കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തലമുറ മാറ്റം. തൊടുപുഴയിൽ PJ ജോസഫിന് പകരം മകൻ അബു ജോൺ ജോസഫ് സ്ഥാനാർത്ഥിയാകും. കുട്ടനാട് റിജി ചെറിയാനും കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും മത്സരിക്കും. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനും കാഞ്ഞങ്ങാട് ഷൈജി ഓട്ടപ്പള്ളിയും സ്ഥാനാർത്ഥികളാകും. ആരോഗ്യ കാരണങ്ങളാലാണ് പിന്മാറ്റം എന്ന് PJ ജോസഫ് പറഞ്ഞു. തൊടുപുഴയിലെ സ്ഥാനാർത്ഥിത്വം വലിയ ഉത്തരവാദിത്തമെന്ന് അബു ജോൺ ജോസഫും പ്രതികരിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, വലിയൊരു തലമുറ മാറ്റം, അതിന് തിരഞ്ഞെടുപ്പ് ഒരു വേദിയായി എടുത്തിരിക്കുന്നു PJ ജോസഫ്. പ്രവർത്തിച്ച അല്ലെങ്കിൽ വിജയിച്ച വ്യക്തിയാണ് PJ ജോസഫ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുന്നത്. എന്തായാലും ആ സീറ്റിൽ അബു ജോൺ ജോസഫ് തന്നെയാണ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പല ചർച്ചകളും ഉണ്ടായിരുന്നു. PJ ജോസഫ് മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നതാണ്. എന്നാൽ അവസാന നിമിഷം അബുവിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയായിരുന്നു. എന്തായാലും 8 സീറ്റുകളിലാണ് ജോസഫ് വിഭാഗം ഇത്തവണ മത്സരിക്കുക. കഴിഞ്ഞ തവണ 10 സീറ്റിൽ മത്സരിച്ചു. ഇത്തവണ പക്ഷേ 2 സീറ്റ് വേണമെന്നൊരു ആവശ്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ, കോൺഗ്രസ് സ്വീകരിച്ചതോടെ 2 സീറ്റുകൾ ഏറ്റുമാനൂരും ഇടുക്കിയും അവർക്ക് വിട്ടു നൽകേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റുമാനൂരിലും ഇടുക്കിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരിക്കും വരിക. അതോടൊപ്പം തന്നെ നേരത്തെ മത്സരിച്ച തൃക്കരിപ്പൂരിന് പകരം കാഞ്ഞങ്ങാടും ഇത്തവണ ജോസഫ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. എന്തായാലും 8 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് 2 സീറ്റ് ഏറ്റെടുത്ത സാഹചര്യത്തിൽ മറ്റേതെങ്കിലും സീറ്റ് വെച്ചു മാറുമോ എന്നുള്ളൊരു ആലോചന, അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം കാഞ്ഞിരപ്പള്ളിയോ പൂഞ്ഞാറോ കേരള കോൺഗ്രസിന് ലഭിക്കുമോ, വിട്ടു നൽകുമോ എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു തീരുമാനമാകണമെങ്കിൽ അടുത്ത കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരണം. നിലവിൽ എന്തായാലും വലിയൊരു തലമുറ മാറ്റം തന്നെ കേരള കോൺഗ്രസിൽ വന്നിരിക്കുന്നു. തൊടുപുഴയിൽ PJ ജോസഫിന് പകരം അബു ജോൺ ജോസഫ് മത്സരിക്കും. അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.